എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ വൈകുന്നേരത്തെ പ്രൊമോ വിശേഷം ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനി നയനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുവാണ്. നയനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. നയനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. അമ്മ തന്നെ വിളിക്കാൻ വരുമെന്നും അതും ആദർശേട്ടന് വേണ്ടിയിട്ടാന്നാ പറയണേ. പക്ഷെ എന്തോ അമ്മയുടെ മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. അമ്മയ്ക്ക് തന്നോട് എന്തോ ഒരു ഇഷ്ടമുള്ള പോലെയൊക്കെ നയനയ്ക്ക് തോന്നുവാണ്. പിന്നീട് ദേവേനി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം വേണമെങ്കിൽ നിന്റെ കാല് പിടിച്ചാണെങ്കിലും ഞാൻ പറയാം, നീ അങ്ങോട്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അതിന്റെ കാര്യമൊന്നും ഇല്ലമ്മേ, അമ്മ ഒന്ന് വിളിച്ചല്ലോ അത് മാത്രം മതി. ഇനിയിപ്പം എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചാലും കുഴപ്പമില്ല, അമ്മയൊന്നും വന്ന് വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കുവാന്ന് പറയണം. അപ്പോഴേക്കും കനകയും കൂന്തലും കൊണ്ട് വരുവാണ്. പിന്നീട് കനകയുടെ എന്നിട്ട് നയന പറഞ്ഞു, അമ്മേ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടാൽ കനക പറഞ്ഞു, അല്ല മോളെ അത് പിന്നെ അല്ല ഒരു കുഴപ്പമില്ലമ്മേ എന്ന് പറയാണ്. കനകയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. പിന്നീട് കനകേനും കൂട്ടിക്കൊണ്ട് നയനകത്തേക്ക് കയറി പോവാണ്. അപ്പൊ കനക പറഞ്ഞു, എങ്ങനെയാ മോളെ ശരിയാവുന്നേ, അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലോ എനിക്ക് ആകെപ്പാടെ പേടിയാവുന്നുണ്ടെന്ന് പറയാം. ഒരു പക്ഷേങ്കില് ദേവേനി ഇപ്പൊ വന്നിരിക്കുന്ന എന്തിനാന്ന് പോലും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പണ്ടത്തെ പോലെ നിന്നോട് വല്ല പോരെടുക്കാനും ആണോ? അങ്ങനെയൊന്നും ആവത്തില്ലമ്മേ, ആ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ സംസാരമൊക്കെ കേട്ടില്ലേ, ഇപ്പോഴും നിന്നോട് ദേഷ്യമുള്ള പോലെയാ, ആദർശിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെ പറയുന്നതൊക്കെ. അത് ഓർത്തിട്ട് എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയാണ്. അതൊന്നും അമ്മ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, അമ്മ വിളിക്കാനായിട്ട് വന്നല്ലോ, ആദർശേട്ടന് വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നല്ലോ എന്ന് പറയാം. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ പറഞ്ഞു, മോളെ സൂക്ഷിക്കണം കേട്ടോ, നിനക്ക് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോകണ്ടെന്ന് പറയാ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അവസാനം നയന ബാഗൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. ദേവേനെ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ മരുമോളായിട്ട് തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ കന പറഞ്ഞ, അല്ല അത് പിന്നെ എനിക്കറിയാം തലകറക്കമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആ കാര്യത്തിലൊന്നും ഒരു പേടി വേണ്ടെന്നൊക്കെ ദേവേനി പറയുവേണം. ദേവേനിയുടെ ഈ മനമാറ്റം അവരെ വല്ലാതെ അമ്പരിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പറയുന്നെങ്കിലും ഉള്ളിലൊരു സ്നേഹമുള്ള പോലെയാണ് ദേവേനിയുടെ സംസാരം. അങ്ങനെ ബാഗ് എടുത്തോണ്ട് നയന ഇറങ്ങാൻ തുടങ്ങിയപ്പോ ദേവേനി പറഞ്ഞു, ആ ബാഗ് ഇങ്ങോട്ട് ഞാൻ പിടിക്കാന്ന് പറയണ. വേണ്ടമ്മേ ഞാൻ ഇത് പിടിച്ചോളാന്ന് പറയാം. അല്ല നിനക്ക് തലകറക്കോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അത് കുഴപ്പമില്ലാന്ന് നയന പറയാണ്. അങ്ങനെ അച്ഛനോടും അമ്മയോടും നന്ദുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് നയന അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് നയനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളവരെന്താ പറയാൻ പോണേന്ന്. അമ്മയുടെ മനസ്സ് മാറും ഇനി അവിടെ ചെല്ലുമ്പോ. എന്തിനാ കൂട്ടിക്കൊണ്ട് പോണേന്ന് പോലും അറിയത്തില്ല. ഇപ്പോഴും ഒരു ദേഷ്യഭാവ തന്നോട് കാണിക്കണേ. അതൊക്കെ ഓർന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, തന്നെ വിളിക്കാനായിട്ട് ഈ വീട്ടിലേക്ക് വന്നല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സമയം അനാമിക പോവാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. പിന്നീട് അനിയുടെ അടുത്തേക്ക് വന്നിട്ട് അനാമിക പറഞ്ഞു, അതെ ഞാൻ വരാനൊരുക്കുക, പിന്നെ അറിയാലോ മുമ്പത്തെ പോലെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ വേണു പറഞ്ഞു, അത് ശരിയാ മോനെ, കാരണം മുമ്പ് കർണത്തടിയേറ്റ പാടുമായിട്ട് അവൾ ഈ വീട്ടിലേക്ക് കടന്നു വന്നേ, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുന്ന മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും. മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടത്തില്ലെന്ന് പറയാം. അനി പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ മോളുടെ കയ്യിൽ പോലെ ഇരിക്കും. അവൾ നല്ല രീതിയിൽ അവിടെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് തുടരാം. അല്ലാതെ മുമ്പത്തെ പോലെ അവൾ എന്തേലും പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൾ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരും. അതിന് ഞങ്ങളെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് പറയണം. പെട്ടെന്ന് വീട് പറഞ്ഞു, ഓഹോ അങ്ങനെയൊക്കെയാണോ, അങ്ങനെയാണ് ഞങ്ങൾക്ക് ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതെ ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ, ഞങ്ങൾ താഴത്തും തറയിലും വെക്കാതെയാ അവളെ വളർത്തിക്കൊണ്ട് വന്നേ. അങ്ങനെയുള്ള മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കൈയും കിട്ടി നോക്കിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, അല്ല നിങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മോളെ ഇവിടെ നിർത്തിക്കോ, എനിക്ക് കൊണ്ടുപോകണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വലിയമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ വന്നേ, അത് ആദ്യമേ ഞാൻ പറഞ്ഞാണല്ലോ എന്ന് പറയണം. രേവതിക്ക് തോന്നി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, മിക്കവാറും ഇവളെ കൂട്ടാതെ പോകും, അത് അപകടമാണ്, പിന്നെ ഇവൻ ഇങ്ങോട്ട് വന്നൊന്നും കൂടെ വരത്തില്ല. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ അത് കുഴപ്പമൊന്നുമില്ല, അനാമികയോളെ നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കുള്ളൂ. പിന്നീട് അനാമികയോട് പറഞ്ഞു, അറിയാലോ മോളെ എന്നൊക്കെ പറയണം. ഞാൻ നോക്കട്ടെ, വല്യമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. പിന്നീട് അനാമികയും കൂട്ടിക്കൊണ്ട് അനി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ജാനകിക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ
ജാനകി ഓടി ഇറങ്ങി വരണം. മോളേന്നും പിടിച്ചോണ്ട് അനാമികനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലോ? നീ ഈ അമ്മേനെയൊക്കെ മറന്നുപോയെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, മറന്നു പോയിട്ടല്ല അമ്മേ, അമ്മയ്ക്ക് അറിയാലോ അന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ. എനിക്കത് പിന്നെ മറക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമാണോ? അത് മാത്രല്ല, എല്ലാരും ഇവിടെ സപ്പോർട്ട് ചെയ്ത് ആർക്കാ? ആ നയനയ്ക്ക് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കും. അത് ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന് പറയണ. അപ്പോഴേക്കും ജലജ ഇറങ്ങി വന്നു. ജലജ പറഞ്ഞു, ഞാനും ആർക്കും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാന് നയനമോൾക്കല്ല അനാമിക മോൾക്കാ സപ്പോർട്ട് ചെയ്തേന്ന് പറയാണ്. പിന്നീട് അനാമിക പറഞ്ഞു, അനി വന്ന് വിളിച്ചു, വെല്ലുമ്മയ്ക്ക് വയ്യാതിരിക്കുന്നുണ്ടാ പിന്നെ ഞാനും കൂടെ വന്നേ, വെല്ലുമ്മയ്ക്ക് തന്നെ അത്ര കാര്യമെന്ന് പറയണ. അല്ല വെല്ലുമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, പുറത്തു പോയിരിക്കുമെന്ന് പറയണം. വെല്ലുമ്മ ഒറ്റയൊരു ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വന്നു. മുത്തശ്ശൻ പറഞ്ഞു, മോളെ അറിയാലോ, ഇതൊരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന വീടാണ്. ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെ പോണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വന്ന മരുമക്കളാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. അല്ലാതെ ഈ കുടുംബം മുന്നോട്ട് പോകത്തില്ല. ഒരാൾ എന്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ കുടുംബത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. ഇനി തോന്നുമ്പോൾ ഇങ്ങനെ പിണങ്ങി വീട്ടിലേക്കൊന്നും പോകാനൊന്നും പറ്റില്ല, അറിയാലോ. ഇപ്പൊ നീ ഒരു ഭാര്യയാണ്, ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അതെ എനിക്ക് ആ ഓർമ്മയും ചിന്തയൊക്കെ ഉണ്ട് മുത്തശ്ശ, പക്ഷെ അതില്ലാത്ത ആർക്കാ? അനിക്കാ. എന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ. എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, മുത്തശ്ശ ഞാൻ എന്തായാലും എന്റെ സ്വഭാവം മുത്തശ്ശിക്കൊക്കെ അറിയാവുന്നല്ലേ, ആ നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവളെ ഞാൻ എന്റെ ഭാര്യയായിട്ട് കാണണമെങ്കിൽ ഇവൾ എന്നോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ ആയിരിക്കണം. ഇവൾ എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെയായിരിക്കും ഇവൾക്ക് തിരിച്ചും കിട്ടുന്നത്. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും അത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തെറ്റ് കണ്ടാൽ ഞാൻ അപ്പം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പിന്നെ നയനേടത്തിയൊക്കെ കുറ്റപ്പെടുത്താൻ പോയിട്ടുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും എനിക്കത് സഹിച്ചൊന്നും വരത്തില്ല. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ നന്ദുവിനെ കാണാൻ പോയിട്ട് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശ. അവളെ കാണാൻ പോയതിന്റെ പേരില ഇതിനു മുമ്പ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്. ഇനി അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതോർത്ത് മോള് വിഷമിക്കണ്ട. ദേ പിന്നെ ഒരു കാര്യം, അങ്ങനെ അനി പോവാതിരിക്കണമെങ്കിൽ അതൊക്കെ നോക്കി നിൽക്കേണ്ട ആളാരാ? നീയാണ്. നീ വേണം അവനെ സ്നേഹത്തോടെ അവനെ മാറ്റിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അവന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. ഇനി അങ്ങനെ ഉണ്ടേ പോലും നീ വേണം അത് മാറ്റിയെടുക്കാനെന്ന് പറയാം. ഇതും കൂടെ കേട്ടപ്പോൾ അനമ്മയ്ക്ക് നല്ല ദേഷ്യമായിപ്പോയി. കാരണം കിളവനും കിളവിയും ഇപ്പോഴും അനിക്കാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, തനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ ഒരു ചിന്ത അനാമികയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് അനാമിക അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം ജാനകി ജലജയോട് പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എന്റെ മരുമോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഇത്രയും ദിവസം ആകെപ്പാടൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയം ജലജ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴാ എന്താ പ്രശ്നം ഉണ്ടാന്ന് പറയാൻ പറ്റില്ല. അനാമിക ഇപ്പൊ എത്രാമത്തെ തവണ വീട്ടിലേക്ക് പിണങ്ങി പോന്നേ എന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇപ്പൊ ആ നയനപ്പണ്ടാരും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്. അവിടെ ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു, വരാതിരുന്ന രക്ഷപ്പെട്ടേനെന്ന് പറയാണ്. ഈ സമയം നയന പോയിട്ട് നല്ല വിഷമത്തിലായിരുന്നു. കനകയും കൂന്തനൊക്കെ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാവും എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം നയനയെ വിളിച്ചോണ്ട് പോയിക്കുന്ന എന്തിനാന്ന് അറിയത്തില്ല. ഇനി വല്ല പോരെടുക്കാനോ ആണോ? ആ ഒരു ടെൻഷൻ ഗോവിന്ദന്റെ മനസ്സിലുണ്ടായിരുന്നു. ഗോവിന്ദൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു കനകയോട് പറഞ്ഞു, മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. അല്ല കുഴപ്പമില്ലായിരിക്കും, ആദർശ് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നോക്കിക്കോളൂ എന്ന് പറയാം. എന്നാലും കനകയ്ക്കിനി മനമാറ്റം ഉണ്ടായിട്ടാണോ അതോ ഇനിയിപ്പം എന്തെങ്കിലും ഇനിയിപ്പോൾ ആദർശിന് വേണ്ടിയിട്ടാണോ കൂട്ടിക്കൊണ്ട് പോയത്? ആദർശ് ഇനിയിപ്പോൾ സമ്മതിക്കാത്തോണ്ട് മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് അറിയത്തില്ല എന്ന് പറയണം. സാരമില്ല, എന്താണെങ്കിലും നമുക്ക് നാളെ അറിയാലോ, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അറിയാം. ഇനി പഴയതുപോലെ ഒന്നും അല്ല. ആദർശാണെങ്കിലും അവിടുത്തെ മൂർത്തി സാറാണെങ്കിലും അവിടുത്തെ അമ്മയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നയനയോട് പെരുമാറുള്ളൂ, ഒരു കുഴപ്പമില്ല. നയനെ നല്ല രീതിയിൽ തന്നെ നോക്കുള്ളൂ. ആ കാര്യത്തിൽ നമുക്കൊരു പേടിയൊന്നും വേണ്ടാന്ന് പറയണം. അങ്ങനെ അവര് സംസാരിക്കുകയാണ്. ഈ സമയമാണ് ദേവേനെ അങ്ങോട്ട് നയനയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്. ദേവേനെ നയനയുടെ കൈ പിടിച്ചുകൊണ്ട് കയറി ചെല്ലുമ്പത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി എല്ലാരും. കാരണം അനാമികയാണ് ആദ്യം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അനാമിക വരുമ്പോൾ കാണുന്ന കാഴ്ച നയനയും കൊണ്ട് ദേവേനെ അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതെന്താ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ? അതും വല്യമ്മ ഇവളെ കൂട്ടിക്കൊണ്ട് വരുന്നേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ആ കാഴ്ച കണ്ടിച്ചപ്പോ സഹിച്ചില്ല. അപ്പോഴേക്കും ജലജൻ ജാനയും കൂടെ വന്നു. അവരും കണ്ട് ഈ കാഴ്ച. ഒരു നിമിഷം അവർ ഞെട്ടിപ്പോവാണ്. എടുത്ത് എന്തായി കാണിച്ചെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ദേവേനെ നയനും കൂടെ കയറി ചെല്ലുക. ഈ സമയം ജലയെ വെച്ചു, എടുത്തി ഇവളെ കൂട്ടാൻ വേണ്ടി പോയതാണെന്ന് ചോദിക്കും.
ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അതെ ഏട്ടത്തി എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അനാമിയാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. കാരണം ഇവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ ഇവളെ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നെന്നൊരു ചിന്തയോട് കൂടിയിട്ട് അനാമിക നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നയനയെ കൂട്ടിക്കൊണ്ട് ചെന്നതിന്റെ പേരിൽ എല്ലാവരും കൂടെ ദേവേനെ കുറ്റപ്പെടുത്തും. അപ്പൊ ദേവേനെ എന്താ പറയാൻ പോകുന്ന അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പായി, ബാക്കി എല്ലാവർക്കും വമ്പം തിരിച്ചടിയായിട്ടാ നയനയും കൂട്ടിക്കൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.